ഹലോ, നമുക്കിന്ന് ഉണക്കമീൻ തേങ്ങാക്കൊത്ത് ഇട്ട് കറി വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു പഴമയുടെ കറിയാണ് കേട്ടോ. അപ്പം ഒരു ചട്ടി എടുത്തിട്ട് അതിലോട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ നീളത്തിലാണ് അരിഞ്ഞിട്ടേക്കുന്നത്. പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഉണക്കമീൻ, അതായത് തുണ്ടമീൻ ഞാനിവിടെ കഷ്ണങ്ങളാക്കിയത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് തിരുമി വെച്ചേക്കുന്നതായിരുന്നു. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് എടുത്തേക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത്രയും സാധനം ഇവിടെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഉണക്കമീനെ എനിക്കൊരു ഫ്രണ്ട് നാട്ടിൽ പോയപ്പോൾ കൊണ്ടുപോയി തന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഉണക്കമീൻ വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പെല്ലാം കളഞ്ഞിട്ട് അതിൽ കഷ്ണങ്ങളാക്കി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് തിരുമി വെച്ചിട്ട് ഫ്രീസറിൽ കയറ്റി. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് കറി വെക്കുകയോ അല്ലെങ്കിൽ വറുക്കുകയോ എന്തെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് അത് സൂക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ ഈ പൊടികൾ റോസ്റ്റ് ചെയ്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതേ സമയം തന്നെ നമ്മുടെ കുടംപുളി ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം കൂടി പുളിവെള്ളം കൂടി പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പം ഇതുവരെ ഇതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, ഉണക്കമീൻ്റെ കറി വെക്കുമ്പോൾ ഉണക്കമീൻ ഏത് വെച്ചാലും ഏറ്റവും ലാസ്റ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ ഉപ്പ് വേണോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഞാൻ ഓൾറെഡി ഉപ്പ് കളഞ്ഞ ഉണക്കമീനാണ് യൂസ് ചെയ്തത്. എങ്കിലും ഇതിൻ്റെ അകത്ത് എനിക്ക് ഒരു തുള്ളി പോലും ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട വന്നിട്ടില്ല. കാരണം തിളച്ച് കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഉപ്പ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ ഇത്തിരി ഉലുവാപ്പൊടിയും പച്ച വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. ഈ വൈറ്റ് കളർ പച്ച വെളിച്ചെണ്ണയാണ്, തണുപ്പ് കാരണമാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഇതും കൂടി ചേർത്ത് നന്നായിട്ട് പറ്റിച്ചെടുക്കണം. ആ ഉണക്കമീൻ നന്നായിട്ട് പറ്റിച്ച് നോക്കി, ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ്. അപ്പം ഇനി ചോറിൻ്റെ കൂടെ കൂട്ടി അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.